കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതി മൂലം 15 പേർ മരണപ്പെടുകയും 7 പേരെ കാണാതിരിക്കുകയും നിരവധി പേർക്ക് ദുരിതമുണ്ടാവുകയും വീടുകളിലും കടകളിലും ചെറുപ്രദേശങ്ങൾ മുഴുവൻ വെള്ളം കയറി നാശനഷ്ടം സംഭവിക്കുകയും ഒരുപാട് കൃഷിസ്ഥലങ്ങൾ പൂർണ്ണമായി കൃഷി നശിപ്പിച്ചുകൊണ്ട് വെള്ളവും മണ്ണും കല്ലുമെല്ലാം ഒഴുകി വരുന്ന അത്യന്തം പ്രയാസപൂർണമായ ഒരു കാലവർഷക്കെടുതിയാണ് നാം നേരിട്ടത്. മരണപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ CPMൻ്റെ പ്രവർത്തകന്മാർ, യുവജന പ്രവർത്തകന്മാർ ഇവരെല്ലാം അണിചേരണമെന്ന് നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകരോട് പറയുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. കാലവർഷക്കെടുതി അടക്കമുള്ള ദുരിതമുണ്ടാകുന്ന സന്ദർഭത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായ വിധത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടതുണ്ട്. അത് 2018-19 കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഭരണകാലത്ത് നേരിട്ട് തിരിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏകോപനം ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നത് ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. വ്യാപകമായി ഉയർന്നു വന്ന ആക്ഷേപം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഏകോപനമുണ്ടായിട്ടില്ല എന്നാണ്. തീർച്ചയായും ആദ്യ ദിവസങ്ങളിൽ തന്നെ അതുണ്ടാവേണ്ടതായിരുന്നു. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കർണാടക അതിർത്തിയിലുള്ള ഫോറസ്റ്റിൽ നിന്ന് ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്കും വെള്ളത്തോടൊപ്പം മണ്ണും കല്ലും ഒഴുകിയെത്തിയതുമാണ് കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ള ഭീതിജനകമായ അന്തരീക്ഷത്തിന് ഇടയാക്കിയത്. രാജഗോപാലും ഞാനും ദുരിതാശ്വാസ ക്യാമ്പുകളും ആ പ്രദേശത്തെ കാലവർഷക്കെടുതിക്ക് ഇരയായ ചില പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാകേഷ് 1-ാം തീയതി കാണാതായതാണ്. പക്ഷേ തെരച്ചിൽ ആരംഭിച്ചത് ഇന്നാണ്. നേരത്തെ തീരദേശ സംരക്ഷണ സേന 13 മണിക്കൂർ വൈകിയെത്തിയ തീരദേശത്ത് കാണാതായ ആളുകളെ തെരയുന്നതിനുണ്ടായ കാലതാമസത്തെക്കുറിച്ചും ആക്ഷേപം ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും വിധത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ
കാര്യക്ഷമമാവേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി CPIM സഹകരിക്കും. 2018-ലും 2019-ലും അന്നത്തെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചികിത്സക്കായുള്ള യാത്ര പോലും നിർത്തിവെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഞങ്ങൾ പുത്തലത്ത് ദിനേശനും ഞാനും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അന്ന് നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചത്.